There is a great beast in this house. It followed us here, and it is filling this house with ghosts. ഇത് ആരുടെ വീടാണ്? റിയാലിന്റെയും ബോളിന്റെയും വീടാണ്. പക്ഷെ ഈ വീട്ടിൽ അവരെ കൂടാതെ മറ്റാരോ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. രാത്രിയുടെ ഇരുട്ടിൽ മതിലിന്റെ വിള്ളലിലൂടെ ആരുടെയൊക്കെയോ കണ്ണുകൾ അവരെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. ബോളിന്റെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞു വിറച്ചു. പക്ഷെ താൻ ഈ കാണുന്നതെല്ലാം വെറും ഒരു തോന്നലാണെന്ന് അയാൾ സ്വയം വിശ്വസിപ്പിച്ചു. അങ്ങനെ അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്താണെന്ന് അയാൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ ഉണ്ടാവുമെന്നാണ് അയാൾ കരുതുന്നത്. പക്ഷെ റിയാലിന്റെ മനസ്സ് കുറ്റബോധത്താൽ നിറഞ്ഞു കവിയുകയാണ്. കാരണം അവൾക്കറിയാം അവർ ആ വീട്ടിൽ അനുഭവിക്കുന്നത്, കാണുന്നത് ഒന്നും വെറും തോന്നലുകളല്ല, മറിച്ച് ഒരു സത്യാവസ്ഥയാണ്. ഇരുട്ടിൽ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണുകൾ ഞഗാക്കിൻ്റെതാണെന്ന് റിയാൽ മനസ്സിലാക്കുന്നു. ആരാണ് ഞഗാക്ക്? എന്താണ് ഞഗാക്ക് എന്ന ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത്? റിയാലും ബോളും സിവിൽ വാർ കൊണ്ട് നശിച്ച ഒരു രാജ്യത്ത് നിന്ന് അവരുടെ ജീവനും കൊണ്ട് ഓടി പുതിയ ഒരു രാജ്യത്ത് അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഒരു സന്നദ്ധ സംഘടന അവർക്ക് പാർക്കാനായിട്ട് ഒരു വീട് നൽകുന്നു. പക്ഷെ പുതിയൊരു ജീവിതം പ്രതീക്ഷിച്ച് ഈ നാട്ടിൽ വന്ന് താമസിക്കുന്ന അവർക്ക് ഒരു ദിവസം പോലും ആ വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. റിയാലും ബോളും മനസ്സിലാക്കുന്നത് ഞഗാക്കിന്റെ ആത്മാവ് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. റിയാലിന്റെയും ബോളിന്റെയും പാസ്റ്റിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് ഞഗാക്ക്. കലാപത്തിന്റെ കൊലവിളിയിൽ നിന്നും സ്വന്തം ജീവനെ പിടിച്ചോടുന്ന വഴിക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ഞഗാക്കിന്. മനുഷ്യന്റെ സർവൈവലിന്റെ സമയത്ത് അവർ ചെയ്തു കൂട്ടുന്ന ചില ക്രൂരതകൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു ആത്മാവിനെ പോലെ, ഒരു ഓർമ്മ പോലെ അവരെ വേട്ടയാടിയെന്നിരിക്കാം. റിയാലും ബോളും ഈ കലാപത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അവർ ഞഗാക്കിനെ പരിചയപ്പെടുന്നതും അതിനുശേഷം മനുഷ്യൻ തന്റെ സർവൈവലിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചില ക്രൂരതകളും ഒക്കെയാണ് സിനിമ പറയുന്നത്. സിനിമയ്ക്ക് ബേസിക്കലി ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് ഹൊറർ മൂവി എന്നുള്ള രീതിയിലല്ല. കാരണം ഇവര് ആഫ്രിക്കയിൽ നിന്നും കുടിയേറി വരുന്ന ആളുകളാണ്. അപ്പോൾ ഡിഫറെന്റ് കൾച്ചറാണ് സിനിമ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഹൊറർ കൾച്ചർ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് തരുന്നത് സിനിമ. പേടിപ്പിക്കുന്ന ഒരുപാട് എലമെന്റുകളുണ്ട്, ജംസ്കേഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ വർത്ത് വാച്ച് പടമാണ്. ഹിസ് ഹൗസ് എന്നാണ് സിനിമയുടെ പേര്. 2020 പുറത്തിറങ്ങിയത്. റെമി വീക്സ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അവരെവിടെയൊക്കെ പോയാലും, അവർ പുതിയൊരു ജീവിതം തുടങ്ങിയാലും, അവര് അവരുടെ രാജ്യം വിട്ട് പുതിയൊരു രാജ്യത്ത് വന്ന് ജീവിക്കുമ്പോഴും ഞഗാക്കിന്റെ ആത്മാവ് അവരോടൊപ്പം തന്നെ ഉണ്ടാവും. അവരെത്ര മറക്കാൻ ശ്രമിച്ചാലും അവരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഞഗാക്ക് ഒരു മുറിവായി തന്നെ അവശേഷിക്കുന്നുണ്ടാവും. സിനിമ നമ്മളെ പേടിപ്പിക്കും, നല്ല ജംസ്കേഴ്സ് ഉണ്ട്, ആ ഒരു ഭയത്തിന്റെ അനുഭവം നമ്മളിലേക്ക് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ റിയാലും ബോളും ആണ് ഇതിലെ മെയിൻ രണ്ട് ക്യാരക്ടേഴ്സ്. ഗംഭീര പെർഫോമൻസ് ആണ്, എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ് രണ്ടുപേരും. പ്രത്യേകിച്ച് ഈ ബോൾ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന പുള്ളിക്കാരൻ ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ നമ്മുടെ ഡെയ്മോൺ ടാർഗെറിയൻ, മാറ്റ് സ്മിത്ത്, പുള്ളിക്കാരൻ ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഈ ഞഗാക്ക് എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇവരുടെ പാസ്റ്റിലെ ഒരു ഓർമ്മയാണ്. സോ ഇവരുടെ രണ്ടുപേരുടെ മനസ്സിലെ കുറ്റബോധം കാരണം ഇവർക്ക് രണ്ടുപേർക്കും തോന്നുന്ന കാര്യമാണോ ഇത്, അതോ ശരിക്കും ഞഗാക്കിന്റെ ആത്മാവ് ഒരു സൂപ്പർ നാച്ചുറൽ, ഒരു സ്പിരിറ്റ് ആയിട്ട് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ. സോ സിനിമ ഒന്നും കൺക്ലൂഡ് ചെയ്ത് പറയുന്നതൊന്നുമില്ല. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. നല്ല ഫീലുള്ളൊരു പടമാണ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടുവെക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറെ സിനിമയായിട്ട് വീണ്ടും